മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഇതിനു മുന്നേ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേവ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാർ കയറുന്നത് കണ്ട് നമ്മളും കയറി. കൗതുക ലേശം കൂടുതലായിരുന്നു. അവിടെ തമിഴില് അപായം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ കയറിണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഡെഡ് എൻഡ് കാണാം. എന്നാൽ അതിന്റെ മുകളിലേക്ക് ഒരു വഴിയുണ്ട്. പക്ഷെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടും അതുപോലെ തന്നെ നല്ല തണുപ്പായിരുന്നു, ഉള്ളിൽ ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് പിന്നെ കയറാൻ നിന്നില്ല. നിങ്ങൾ മൂന്നാർ ഗ്യാപ്പ് റോഡൊക്കെ പോകുമ്പോൾ ഈ ഒരു കേവിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റോക്ക് കേവ് എന്നാണോ അതിന്റെ പേര്. നല്ല വിഷമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. അവിടെ നമ്മുടെ ഷെഫ് നമുക്ക് നല്ല കിടിലം ബുഫെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാർ ഒരുപാട് നല്ല ഹോട്ടൽസ് ഉണ്ടെങ്കിലും സെന്റർ ഓഫ് ദ ടൗണിൽ തന്നെ ഒരു ഹോട്ടൽ കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈസ്റ്റന്റ് ചൂസ് ചെയ്തത്? ഈ മ്യൂസിയം, ബ്ലോസം പാർക്ക്, പോത്തൻമേട് വ്യൂ പോയിന്റ്, ആത്തുകാട് വാട്ടർഫോൾസ്, മാട്ടുപ്പെട്ടി ലേക്ക്, രാജമല, ഗ്യാപ്പ് റോഡ്, എക്കോ പോയിന്റ്, അതുപോലെ ടോപ്പ് സ്റ്റേഷൻ എന്നിങ്ങനെ മെയിൻ സ്ഥലങ്ങളുടെ ഒക്കെ സെന്റർ ഓഫ് ദ പോയിന്റ് ആട്ടോ ഈസ്റ്റന്റ്. അപ്പൊ ഇനി വിന്റർ സീസൺ ഒക്കെ വരുവാണ്, നിങ്ങൾ മൂന്നാർ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഈസ്റ്റന്റ് വിസിറ്റ് ചെയ്യുക. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.